ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന AR അങ്കിത കളക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ സാരീസ് സെല്ല് ചെയ്യുന്ന ഒരു ലേഡിയുടെ ചാനലാണ്. അവരവരുടെ ചാനലിൽ സാരീസിൻ്റെയൊക്കെ ഫോട്ടോസ് ഇടുകയും അതിൻ്റെ എല്ലാം പ്രൈസും ഡിസ്ക്രിപ്ഷനും എല്ലാം ഇടാറുണ്ട്. ഇവർ ഒരു വാട്സപ്പ് നമ്പറും അതിൽ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ഓൺലൈനായിട്ടാണ് ഇവർ സാരീസ് സെല്ല് ചെയ്യുന്നത്. ഇവരുടെ കളക്ഷൻ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഇവരെ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്തു. എനിക്കൊരു സാരി വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇവരപ്പം തന്നെ എന്നോട് ഏത് സാരിയാണ് വേണ്ടത്, അതിൻ്റെ ഒരു ഫോട്ടോയും പ്ലസ് എൻ്റെ അഡ്രസ്സും ബാക്കി ഡീറ്റെയിൽസും പിന്നെ അതിൻ്റെ എമൗണ്ടും കൂടി അയച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു. ഞാൻ അവർ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വേണ്ട സാരി അവർക്ക് കാണിച്ചു കൊടുത്തു. അതിൻ്റെ എമൗണ്ടും ഞാൻ പേ ചെയ്തു. പക്ഷെ പേ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഒരു 3-4 ഡേയ്സിനുള്ളിൽ അവർ ഡിസ്പാച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞിട്ടും എനിക്കെൻ്റെ പ്രൊഡക്റ്റ് ഡെലിവർ ആയില്ല. ഞാനിവരെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല. കാരണം ഇവരുടെ നമ്പറിൽ നമുക്ക് കോൾ ചെയ്യാൻ പറ്റില്ല. ആ നമ്പർ സ്വിച്ച്ഡ് ഓഫ് ആണെന്നാണ് പറയുന്നത്. വാട്സപ്പ് ത്രൂ കണക്ഷൻസ് മാത്രമേ ഉള്ളൂ. വാട്സപ്പിൽ ഇവരെ വിളിച്ചാൽ ഇവർ ഫോൺ എടുക്കത്തില്ല. ജസ്റ്റ് നമുക്ക് മെസ്സേജ് അയക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മുടെ മെസ്സേജ് ഇവർ സീനാക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നും റിപ്ലൈ വരുന്നില്ല. ആൻഡ് ഫൈനലി ഞാൻ ഇവരോട് എൻ്റെ പ്രോഡക്റ്റ് എവിടെയെന്നൊക്കെ ചോദിച്ച് ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചപ്പം ഇവർ എന്നെ ബ്ലോക്ക് ചെയ്യുവാണ് ചെയ്തത്. പിന്നീട് ഞാൻ വേറെ നമ്പറിൽ നിന്ന് ഇവരെ കോൺടാക്ട് ചെയ്തപ്പം ഞാനൊരു ന്യൂ യൂസർ ആണെന്ന് വിചാരിച്ചിട്ട് ഇവരെനിക്ക് റിപ്ലൈ തന്നു. പക്ഷെ അതിലും ഞാൻ ഈ ഒരു ഇഷ്യൂ പറഞ്ഞപ്പം ഇവരതിലും എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. സോ ഇങ്ങനെയുള്ള ഒരു അബദ്ധം നിങ്ങൾക്കാർക്കും ഇനി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങളിത് മാക്സിമം ആൾക്കാർക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിനാകട്ടെ റിലേറ്റീവ്സിനാകട്ടെ, മാക്സിമം ആൾക്കാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവർക്ക് ഒന്നിലധികം യൂട്യൂബ് ചാനൽസ് ഉണ്ട്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഇവരുടെ 2 യൂട്യൂബ് ചാനൽസും ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ആരെങ്കിലും ഇതുപോലെ പറ്റിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ സ്റ്റോറി നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ. താങ്ക്